നമുക്ക് വേണ്ടത് സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ്. അത് അങ്ങനെ തന്നെ പറഞ്ഞ് നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഓർഡർ ചെയ്യണം. സൾഫൈഡ് ഫ്രീ ആയിട്ട്. സൾഫൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചില ആൾക്കാർക്ക് അലർജി വരും, ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാധ്യത. നമുക്ക് ചൂടുകളൊക്കെ കുളിപ്പിക്കാൻ എടുക്കുന്നതായിരിക്കും. ഏറ്റവും പ്യുവറായിട്ടുള്ള സോപ്പ്, നല്ല TFM കിട്ടുന്ന സോപ്പ്, 80 above കിട്ടുന്ന സോപ്പ് കിട്ടണമെങ്കിൽ സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് തന്നെ വാങ്ങിക്കണം. എനിക്കൊന്നും ഇവിടെ ചാലയിൽ ഏതൊക്കെ കടയിലുണ്ട്, അത്ര വില എനിക്കറിയില്ല. പക്ഷേ അവിടെ ഞങ്ങളുടെ അവിടെ നിന്ന് വാങ്ങുമ്പോഴേ എനിക്കത് 300 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. ഇത് 1/2 കിലോ 550 ഗ്രാം ഉണ്ട്. ഇത് സൾഫൈഡ് ഫ്രീ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ക്ലിയർ വാങ്ങും. അല്ലാത്ത കളറൊക്കെ വരുന്നുണ്ട്, കളർ വരുന്നുണ്ട്, ഡാർക്കായിട്ടുള്ള വരുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണം. നമുക്കിങ്ങനെ ക്ലിയർ തന്നെ വേണം. ഇത് ഗ്ലിസറിനൊക്കെ അതിനകത്ത് ആഡായി തന്നെ വരുന്നതാണ്. ഇതേ നമ്മൾ 1/2 കിലോയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു മോളിൽ ഏകദേശം 1/2 കിലോയ്ക്ക് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് 550 ഗ്രാം ഈ സോപ്പ് ബേസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ എസൻഷ്യൽ ഓയിൽ വേണം. അത് ഫ്രാഗ്രൻ്റ് ഓയിലും കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും അവർ ഇതിനകത്ത് വരുമ്പോൾ 20 മില്ലി അതായത് നമുക്ക് 10 മില്ലി ആവശ്യമുള്ളൂ. അത് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന പിയേഴ്സിൻ്റെ മണം വരുന്ന ഉള്ള ഒരു ഫ്രാഗ്രൻ്റ് ഓയിലാണ്, അതിൻ്റെ എസൻഷ്യൽ ഓയിലും കൂടെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1 കിലോ സോപ്പ് ബേസിന് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു 100 ഗ്രാം തേൻ മതി. ഇവിടെ നമുക്ക് ഒരു 50 ഗ്രാം തേൻ മാക്സിമം മതി. അതിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് കുറഞ്ഞ് കിട്ടാൻ പാടായിരിക്കും, ഒത്തിരി കുഴഞ്ഞ പോലെ ഇരിക്കും. നമുക്കിപ്പോൾ നല്ല കട്ടിക്കിരിക്കണം. അപ്പോൾ ഒരു 50 ഗ്രാം ഹണി വേണ്ടി വരും. പിന്നെ അത്രയും മതി നമുക്ക് അതിനകത്ത്. സോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അത് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് അത് മാറ്റണം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വേറൊരു തരത്തിലുള്ള സോപ്പാക്കി മാറ്റണം എന്നൊക്കെ. അപ്പം പപ്പായ ചേർത്ത് ചില സോപ്പുകൾ വരുന്നത്. പപ്പായ ആണെങ്കിൽ നമുക്ക് 1 കിലോ സോപ്പ് ബേസിന് 50 ഗ്രാം പപ്പായ പഴുത്തത് ജ്യൂസ് ആക്കിയത്, 50 ഗ്രാം ഹണിയും കൂടെ ചേർത്ത്. ഇനി ഹണി വേണ്ട, ഹണി തന്നെ ഇല്ല, പപ്പായ മാത്രം മതി 100 ഗ്രാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഹണിയും കൂടെ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ല. ഇനിയിപ്പോൾ അത് നമുക്ക് തോന്നുന്ന തുളസിയുടെ നീര് ചേർന്നിട്ടുള്ള സോപ്പ വേണമെന്നുണ്ടെങ്കിൽ തുളസിയുടെ നീര് 50 ഗ്രാമും 50 ഗ്രാം നമ്മുടെ ഹണിയും കൂടെ ചേർത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ 100 ഗ്രാമേ എങ്ങനെ വന്നാലും 1 kg സോപ്പ് ബേസിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. 100 ഗ്രാം അത് ചേർക്കാൻ പറ്റും. പിന്നെ 20 ഗ്രാം എസൻഷ്യൽ ഓയിൽ നമുക്കകത്ത് ചേർക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് വേണം. ഓക്കെ, ആദ്യം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം. ഇത് അധികം കട്ടിയില്ലാത്ത സാധനം. അരിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് തോന്നുന്ന പോലെയൊക്കെ അങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ കയ്യിലൊക്കെ കയറാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അത് അരിയാനായിട്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് സാധാരണ യൂസ് ചെയ്യേണ്ടത്. അത് കുറേ നാൾ നമ്മൾ പരിശീലിച്ച് ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. പത പോലെ ഇല്ല. അപ്പോൾ പത വന്നു കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് കിട്ടുമ്പോഴൊരു ഭംഗി തോന്നുന്നില്ല. പത കളയാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഏതെങ്കിലും ആൽക്കഹോൾ സ്പ്രേ ചെയ്യും. ഒരു സാനിറ്റൈസർ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ ഞാൻ അവിടെ